നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ കോപ്പൻഹേഗനെതിരെ മാഞ്ചസ്റ്റർ സിറ്റി 3-1 വിജയിച്ച് കയറുമ്പോൾ എർലിംഗ് ഹാലൻഡ് അതിലൊരു ഗോൾ അടിച്ചു. ആ ഗോളോടുകൂടി 41 യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഗോളുകളായിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പേരിൽ. ചെറിയ പ്രായമാണ്, 23 വയസ്സുള്ള താരം ഓൾറെഡി 41 ഗോളുകളായി കഴിഞ്ഞു. മഹാരഥന്മാരായ പല താരങ്ങളെയും യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ ഗോളിൻ്റെ കാര്യത്തിൽ മറികടന്നു കഴിഞ്ഞു. ഇപ്പോൾ സിറ്റിക്ക് വേണ്ടി നീണ്ട കാലം കളിച്ച സെർജിയോ അഗ്യൂറോയുടെ ഗോളടി കണക്ക് 41 UCL ഗോളുകൾ, ആ കണക്കിനൊപ്പം എത്തിക്കഴിഞ്ഞു എർലിംഗ് ഹാലൻഡ്. അദ്ദേഹം ഇനി അടുത്തതായിട്ട് ഒരുപക്ഷെ വരുന്ന UCL മാച്ച് വീക്കുകളിലൊക്കെ തന്നെ മറികടക്കാൻ സാധ്യതയുള്ളതും മഹാരഥന്മാരെയാണ്. അലസാൻഡ്രോ ഡെൽ പിയറോയാണ് തൊട്ടു മുന്നിൽ 42 ഗോളുകൾ. അതിനു മുന്നിലോ നെയ്മർ ജൂനിയറാ 43 ഗോളുകൾ. അപ്പം നെയ്മറേയും ഡെൽ പിയറോയെയും ഒക്കെ വരുന്ന മത്സരങ്ങളിൽ അദ്ദേഹം മറികടന്ന് കുതിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല. 41 ഗോളുകളായിരിക്കുന്നു എർലിംഗ് ഹാലൻഡ് എന്ന് പറയുമ്പോൾ ചില ആളുകളുണ്ട്. എർലിംഗ് ഹാലൻഡിൻ്റെ ഗോളടി കണക്കിൻ്റെ വീഡിയോ എപ്പോഴിട്ടാലും വന്ന് പറയുന്ന ചില ആളുകൾ സിറ്റിയിലായതുകൊണ്ടാണ് ഗോളടിക്കുന്നത് എന്ന്. അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് സൈൻ ചെയ്യുന്ന ഘട്ടത്തിൽ ഇനി കാണാം, കണ്ടൽ ലീഗിൽ ഗോളടിക്കുന്ന പോലെയല്ല പ്രീമിയർ ലീഗിൽ എന്ന് പറഞ്ഞിരുന്നു. കണ്ടൽ ലീഗ് എന്നവർ പറഞ്ഞത് ബൂണ്ടസ് ലീഗാണെന്ന് ഓർക്കണേ. അതുപോലും ഇവിടെ ചിലർക്ക് കണ്ടൽ ലീഗായി മാറാറുണ്ട്. പ്രീമിയർ ലീഗിൽ ഗോളടിക്കണമെങ്കിൽ എന്തോ ചില മികവുകളൊക്കെ വേണം, കൂടുതൽ വേണം, ചിലർക്ക് മാത്രമേ പറ്റൂ എന്ന തരത്തിലുള്ള കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എർലിംഗ് ഹാലൻഡ് തുരുതുരാ ഗോളടിച്ചങ്ങ് കുട്ടി പ്രീമിയർ ലീഗിലെ റെക്കോർഡുകൾ ഓരോന്നായിട്ട് സ്വന്തം പേരിലേക്ക് തിരുത്തി കുറിക്കുമ്പോൾ വരുന്ന കമൻറ്റ് എന്താണെന്നറിയോ? ഈ ഗോളൊക്കെ വരുന്നത് സിറ്റിയിലായതുകൊണ്ടാണ്. ഇപ്പോൾ UCLിലെ ഗോളടിയുടെ കണക്ക് പറയുമ്പോഴും സിറ്റിയിലായതുകൊണ്ടാണ് എർലിംഗ് ഹാലൻഡ് ഇത്ര ഗോളടിച്ചത് എന്ന്. എന്നാൽ നിങ്ങൾക്ക് തെറ്റി. ഹാലൻഡ് സിറ്റിയിലുള്ളതിനേക്കാൾ കൂടുതൽ ഗോളുകൾ അതിനു മുമ്പേ തന്നെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക്. നോക്കുക, എർലിംഗ് ഹാലൻഡ് 37 കളികളിൽ നിന്ന് 41 ഗോളുകൾ അടിച്ചപ്പോൾ സിറ്റിക്ക് വേണ്ടി 18 കളികളിൽ നിന്ന് 18 UCL ഗോളുകളാണ് നേടിയത്. 18 കളികൾ 18 UCL ഗോളുകൾ. അതിനേക്കാൾ കൂടുതൽ ഗോളുകൾ അദ്ദേഹം മറ്റ് ക്ലബ്ബുകൾക്ക് വേണ്ടിയിട്ട് ടോട്ടലായിട്ട് UCL നേടിയിട്ടുണ്ട്. സാൽസ്ബർഗിന് വേണ്ടി കളിച്ചത് അദ്ദേഹം 6 കളികളാണ് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ. അവിടെ നേടിയത് 8 ഗോളുകളാണ്. പിന്നെ ഡോട്ട്മുണ്ടിന് വേണ്ടി UCLിൽ കളിച്ചത് 13 കളികളാണ്. അവിടെയും നേടി 15 ഗോളുകൾ. അപ്പോൾ 23 ഗോളുകൾ അദ്ദേഹം സിറ്റിക്കല്ലാതെ തന്നെ UCLിൽ നേടിയിട്ടുണ്ട്. സിറ്റിക്ക് വേണ്ടി കളിക്കുമ്പോഴാണ് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഗോളടിയുടെ കണക്ക് ഒരല്പം താഴേക്ക് പോയത്. 18 കളികൾ 18 ഗോളുകൾ. സാൽസ്ബർഗിൽ 6 കളി 8 ഗോൾ, ഡോട്ട്മുണ്ട് 13 കളി 15 ഗോൾ. ഇനി അദ്ദേഹത്തിൻ്റെ ഗോൾ വന്ന വഴി എങ്ങനെയാ? ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് 28 ഗോളുകൾ, റൈറ്റ് ഫുട്ട് കൊണ്ട് 9 ഗോളുകൾ, ഹെഡേഴ്സ് ആയിട്ട് 4 ഗോളുകൾ. എന്തായാലും അദ്ദേഹം ഗോൾ അടിച്ചു കൂട്ടി മുന്നോട്ട് പോവുകയാണ്. ഈ ഗോളുകളിൽ അദ്ദേഹം 7 പെനാൽറ്റി എടുത്തിട്ടുണ്ട്. അതിൽ 6 ഗോളാക്കി മാറ്റിയിട്ടുണ്ട്, 1 മിസ് ചെയ്തിട്ടുണ്ട്. ഹാലൻഡ് ഹാസ് ടേക്കൺ 7 ലെഫ്റ്റ് ഫുട്ടഡ് പെനാൽറ്റീസ് ഇൻ കോമ്പറ്റീഷൻ, സ്കോറിംഗ് 6 ബട്ട് മിസ്സിംഗ് 1. അത് ബയേണിനെതിരെ 2022-23 ക്വാർട്ടർ ഫൈനൽ സെക്കൻഡ് ലെഗിലാണ് ആ ഒരു മിസ് വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഹാലൻഡ് ഗോളടിച്ച് വിസ്മയിപ്പിക്കുന്നു. പല മഹാരഥന്മാരുടെയും റെക്കോർഡ് സേഫ് അല്ല എന്നർത്ഥം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കുടുംബ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.